വിശ്വപ്രസിദ്ധമായ ന്യൂയോർക്ക് ടൈംസിന്റെ പുതിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 2023 നിർബന്ധമായും കണ്ടിരിക്കേണ്ട ലോകത്തിലെ 52 ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളവും. അങ്ങനെയാണെങ്കിൽ കേരള ടൂറിസത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനുമായി ഞങ്ങളൊരു യാത്ര നടത്തി. ആ യാത്ര ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടൻ ഗ്രാമപ്രദേശങ്ങളിലേക്കായിരുന്നു. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൗസ് ബോട്ട് ഹബ്ബാണ് ആലപ്പുഴ ജില്ല. 1200-ൽ പരം ഹൗസ് ബോട്ടുകളാണ് ഇവിടെ ടൂറിസം മേഖലയ്ക്കായി സർവീസ് നടത്തുന്നത്. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് ടൂറിസത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും സാധിച്ചപ്പോൾ ഒരു ചോദ്യം ഞങ്ങളുടെ മനസ്സിലുണ്ടായി. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു മാറ്റത്തിനും തയ്യാറാകാതെ കേരളത്തിലെ ഹൗസ് ബോട്ട് ടൂറിസം മേഖല ഇന്നും ഇതുപോലെ തുടർന്ന് മുന്നോട്ട് പോകുന്നത്? കാലത്തെ അതിവേഗം പിന്നിലാക്കി ടെക്നോളജികൾ കുതിച്ചുയർന്നതോടൊപ്പം നമ്മളും മാറി, നമ്മുടെ സാഹചര്യങ്ങളും മാറി. അതുപോലെ കേരള ടൂറിസത്തിന്റെ നിർണായക പങ്കുവഹിക്കുന്ന ഹൗസ് ബോട്ട് ടൂറിസവും മാറണം. എങ്കിലേ ലോക ശ്രദ്ധ നേടാനും കൂടുതൽ വിദേശ സഞ്ചാരികളെ നമ്മുടെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാനും സാധിക്കുകയുള്ളൂ. എന്താണ് ഇപ്പോഴുള്ള ഹൗസ് ബോട്ടുകൾക്കുള്ള പ്രശ്നങ്ങൾ? എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്നുള്ള ചിന്തകൾ ഉടലെടുത്തത് എന്നുകൂടി ഈ സാഹചര്യത്തിൽ നമുക്ക് നോക്കേണ്ടതുണ്ട്. നിലവിലുള്ള ഹൗസ് ബോട്ടുകൾ ഡീസൽ എഞ്ചിന്റെ സഹായത്തോടെയാണ് വെള്ളത്തിലോടുന്നത്. എഞ്ചിൻ പ്രവർത്തിക്കാൻ വേണ്ട ഡീസലിന്റെ ഉപയോഗം ഇവിടുത്തെ വായുവിനെ മാത്രമല്ല വെള്ളത്തെയും മലിനപ്പെടുത്തുന്നുണ്ട്. ഹൗസ് ബോട്ടിലെ എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളവും പുകയും നേരെ കായലിലെ വെള്ളത്തിലേക്കാണ് പുറന്തള്ളപ്പെടുന്നത്. ഈ പുകയിൽ അടങ്ങിയിരിക്കുന്ന കാർബണും എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഓയിലിന്റെ അംശവും വലിയ തോതിലാണ് ഈ കായലിലെ വെള്ളത്തെയും അന്തരീക്ഷത്തെയും മലിനീകരണപ്പെടുത്തുന്നത്. ഇതുകൊണ്ടും തീരുന്നില്ല ഇവിടുത്തെ മലിനീകരണം. ഹൗസ് ബോട്ടുകളിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, AC മുതലായവ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനും ജനറേറ്ററുകളെയാണ് ആശ്രയിക്കുന്നത്. ഇതുപോലുള്ള ഭീമൻ ജനറേറ്ററുകളും ഇതേ മലിനീകരണം തന്നെയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ഈ ഒരു പ്രശ്നം മാത്രമല്ല ഹൗസ് ബോട്ടുകൾ നേരിടുന്നത്. ഓരോ ഹൗസ് ബോട്ടുകളും ഒരു ദിവസം പ്രവർത്തിക്കാൻ വേണ്ട ഡീസൽ വാങ്ങുന്നതിനായി 1700 രൂപ മുതൽ 2500 രൂപ വരെയാണ് ഓരോ ദിവസവും ചിലവാക്കുന്നത്. ഓരോ മാസവും 60,000 രൂപയ്ക്ക് മുകളിലാണ് ഹൗസ് ബോട്ട് ഉടമകൾക്ക് ചിലവ് വരുന്നത്. ഓരോ വർഷവും ഡീസലിന്റെ ഇറക്കുമതി ഇനത്തിൽ തന്നെ ഒരു വലിയ തുകയാണ് കേരളത്തിന് നഷ്ടമാകുന്നത്. ഡീസലിന്റെ ചിലവ് മാത്രമല്ല ഇവിടുത്തെ ഹൗസ് ബോട്ടുകൾക്ക് KCBയിൽ നിന്നും കരണ്ട് വാങ്ങിയും വലിയൊരു തുക ചിലവ് വരുന്നുണ്ട്. ചില സമയങ്ങളിൽ കൂടുതൽ കറണ്ടിന്റെ ആവശ്യം വരുന്നതുകൊണ്ട് മിക്ക ഹൗസ് ബോട്ടുകളും KSEB സർവീസിനെയും ആശ്രയിക്കുന്നുണ്ട്. ഹൗസ് ബോട്ടുകളിലെ ബാറ്ററികളിലാണ് KSEBയിൽ നിന്നും എടുക്കുന്ന കറണ്ട് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ സോഴ്സുകൾ ഉപയോഗിച്ച് കറണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഹൗസ് ബോട്ടുകളിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ കാരണം കൊണ്ട് ഹൗസ് ബോട്ടുകളിൽ തീപിടുത്തം ഉണ്ടാവുകയും അതൊരു ദുരന്തമായി മാറുകയും ചെയ്യും. ഷോർട്ട് സർക്യൂട്ട് മൂലം പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ഇവിടുത്തെ ഹൗസ് ബോട്ടുകളുടെ നിർമ്മിതി തന്നെയാണ്. 70% മുളകളും മറ്റു മരത്തടികളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം ഹൗസ് ബോട്ടുകളിൽ ചെറിയൊരു ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ പോലും വളരെ പെട്ടെന്ന് തന്നെ തീപിടുത്തത്തിന് കാരണമാകുന്നു. ഓരോ വർഷവും നിരവധി ഹൗസ് ബോട്ടുകളാണ് ഈ കാരണത്താൽ ഇവിടെ തീപിടുത്തത്തിന് ഇരയാകുന്നത്. കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹൗസ് ബോട്ട് ടൂറിസത്തിന്റെ 1-2 പോരായ്മകളും കുറവുകളും മാത്രമേ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചുള്ളൂ. ടൂറിസം മേഖലയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്ന പല വിദേശ രാജ്യങ്ങളും കാലത്തിനു മുമ്പേ സഞ്ചരിച്ചു തുടങ്ങി. പ്രകൃതിയെ നശിപ്പിച്ചും ചൂഷണം ചെയ്തുകൊണ്ടുമുള്ള ടൂറിസം മേഖലയെ പല രാജ്യങ്ങളും എന്നേ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്നുള്ള ഒരു വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ സാധ്യമല്ലെങ്കിലും ഒരു മാറ്റത്തിനായുള്ള തീരുമാനമെടുക്കേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി കേരള ടൂറിസം മേഖലയിലെ നിർണായക പങ്കുവഹിക്കുന്ന ഹൗസ് ബോട്ടുകൾക്കുള്ള കുറവുകളും പ്രശ്നങ്ങളും നേരിടാൻ കഴിയുന്നതും കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നതും പ്രകൃതി സൗഹാർദ്ദമായ പുതിയ ടെക്നോളജികളും കൂടുതൽ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹൗസ് ബോട്ടുകളെയാണ് കേരള ടൂറിസം വകുപ്പിന് മുമ്പിൽ ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന പെട്രോൾ വിലയും ഡീസൽ വിലയും കാരണം ഇന്നത്തെ ജനത വളരെ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാഹന വിപണി കീഴടക്കിയിരിക്കുകയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. ഡീസലും പെട്രോളും വാങ്ങുന്നതിനേക്കാൾ വളരെ തുച്ഛമായ ചിലവിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് ഇക്കാലത്ത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇത്രയേറെ പ്രചാരമുണ്ടാകാൻ കാരണം. അന്തരീക്ഷ മലിനീകരണവും ശബ്ദ മലിനീകരണവും ഇല്ലാതാക്കാൻ കഴിയുമെന്നതാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ മറ്റൊരു പ്രത്യേകത. ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ റോഡുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ആധിപത്യം സ്ഥാപിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി വരാനിരിക്കുന്ന കാലം ഇലക്ട്രിക് വാഹനങ്ങളുടേതാണ്. കരയിലെ വാഹനങ്ങൾ വൈദ്യുതിവൽക്കരിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് ജലഗതാഗതവും വൈദ്യുതിവൽക്കരിച്ചുകൂടാ? അതും KSEB സർവീസുകളെ ആശ്രയിക്കാതെ തന്നെ. ഇനി വരാനിരിക്കുന്ന കാലത്ത് ജലഗതാഗതവും വൈദ്യുതിവൽക്കരിക്കപ്പെടണം. 100% സോളാർ എനർജിയിൽ പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഇലക്ട്രിക് ഹൗസ് ബോട്ടുകളാണ് ഇനി നമ്മുടെ ടൂറിസം മേഖലയിൽ ടൂറിസ്റ്റുകൾക്കായി സർവീസ് നടത്തേണ്ടത്. സോളാർ എനർജിയിൽ പ്രവർത്തിക്കാവുന്ന ഹൗസ് ബോട്ടുകൾ ആയതുകൊണ്ട് തന്നെ വായുവോ വെള്ളമോ മലിനമാകുന്നില്ല. 100% അന്തരീക്ഷ മലിനീകരണം ഒഴിവാകുന്നതിനോടൊപ്പം തന്നെ യാതൊരുവിധ സാമ്പത്തിക ചിലവുകളും വരുന്നില്ല. ഡീസൽ എഞ്ചിനുകൾക്കും പെട്രോൾ എഞ്ചിനുകൾക്കും വരുന്ന മെയിൻ്റനൻസിനും സർവീസിനും വരുന്ന ചിലവുകൾ പോലും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. നമുക്കിനി പുതിയ സോളാർ ഹൗസ് ബോട്ടിന്റെ ഗുണങ്ങളെക്കുറിച്ചും നിലവിലുള്ള ഹൗസ് ബോട്ടുകളിൽ നിന്നും എന്തു പ്രത്യേകതകളാണ് ഈ ഹൗസ് ബോട്ടിനുള്ളത് എന്നുകൂടി നോക്കാം.
സോളാർ എനർജി മാത്രം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ വായുമലിനീകരണമോ ജലമലിനീകരണമോ ഒട്ടുമുണ്ടാകില്ല. ഓരോ മാസവും നടത്തിപ്പിനായി മാറ്റിവെക്കുന്ന ഒരു വലിയ തുക തന്നെ നമുക്ക് ലാഭിക്കാൻ കഴിയും. KCB സർവീസുകളെ ആശ്രയിക്കാതെ തന്നെ ഹൗസ് ബോട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാം. പാചകം ചെയ്യാനായി മിക്ക ഹൗസ് ബോട്ടുകളും ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങിയാണ് ആഹാരം പാചകം ചെയ്യുന്നത്. എന്നാൽ ₹1 പോലും ചിലവില്ലാതെ ഹൗസ് ബോട്ടിലെ സോളാർ പാനലിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതിയിൽ പ്രവർത്തിക്കാവുന്ന ഇൻഡക്ഷൻ അടുപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് പാചകം ചെയ്യാം. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതുപോലെ ബോട്ടുകളും അപകടത്തിൽപ്പെടാറുണ്ട്. എന്നാൽ മിക്ക ബോട്ട് അപകടങ്ങളും ഒരുപാട് പേരുടെ ജീവൻ കവർന്നെടുക്കാറുണ്ട്. അശാസ്ത്രീയമായ രൂപകൽപ്പനയും നിർമ്മാണത്തിലെ അപാകതകളുമാണ് മിക്ക ബോട്ട് അപകടങ്ങളുടെയും പ്രധാന കാരണം. ടൂറിസം മേഖലയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ സോളാർ ബോട്ടുകൾ വെള്ളത്തിൽ കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുതരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചതും. 2 പ്ലാറ്റ്ഫോമുകളിലായി നിർമ്മിക്കുന്ന ഈ ഹൗസ് ബോട്ടുകൾ ഒരു രീതിയിലും മറഞ്ഞു പോവുകയോ വെള്ളം അകത്തു കയറുകയോ ചെയ്യില്ല. 2 പ്ലാറ്റ്ഫോമുകൾക്കിടയിലും വായു അറകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 100% അപകടരഹിതമായ ഹൗസ് ബോട്ടുകളായിരിക്കും ഇനി ടൂറിസം മേഖലയിലേക്ക് കടന്നുവരാൻ പോകുന്നത്. ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ പഠനത്തിൽ ആലപ്പുഴ ജില്ലയിലും മറ്റ് ജലഗതാഗത മേഖലകളിലും വിദേശ സഞ്ചാരികൾ വന്നു പോകുന്നത് വളരെ കുറവാണ്. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് ടൂറിസത്തിന്റെ ഒരു വലിയ ശതമാനവും കേരളത്തിൽ നിന്നുള്ളവരും മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരാണ്. ആഡംബരങ്ങളോടും സൗകര്യങ്ങളോടും കൂടുതൽ താല്പര്യം കാണിക്കുന്ന പല വിദേശികളും ക്രൂയിസ് ബോട്ടുകളും ഷിപ്പുകളുമാണ് ടൂറിസത്തിനായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്. സമ്മർ വെക്കേഷൻ ആഘോഷിക്കാൻ വരുന്ന ഒരു വിദേശിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. കടൽ തീരങ്ങളിൽ വന്ന് അവർ ഉല്ലസിക്കുന്നതും അതിനുവേണ്ടിയാണ്. സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കാനുള്ള സാധ്യതയും അവസരവും നിലവിലുള്ള ഹൗസ് ബോട്ടുകളിൽ കുറവാണ്. നിലവിലുള്ള ഹൗസ് ബോട്ടുകളുടെ സൗകര്യക്കുറവും ഇത്തരം പ്രശ്നങ്ങൾക്കുമെല്ലാം പരിഹാരമായി അവർക്ക് വിനോദങ്ങളിൽ ഏർപ്പെടാനും താമസിക്കാനുമുള്ള സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ സോളാർ ബോട്ടുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിദേശികളുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് അവർക്ക് കൂടുതൽ സൗകര്യം നൽകുന്ന രീതിയിൽ കേരള ടൂറിസത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ സഞ്ചാരികളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ കഴിയും. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും പൂർണ്ണമായും സോളാർ എനർജിയിൽ പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഹൗസ് ബോട്ടുകൾ നിലവിൽ സർവീസ് നടത്തുന്നില്ല. അതിനാൽ തന്നെ കേരള ടൂറിസത്തിന്റെ പുതിയ ഹൗസ് ബോട്ടുകൾ രാജ്യാന്തര ശ്രദ്ധ മാത്രമല്ല ലോകശ്രദ്ധ തന്നെ പിടിച്ചുപറ്റാൻ കഴിയുന്ന ഒന്നായി മാറും. ആലപ്പുഴയിലെ കായലുകളിൽ മാത്രമല്ല ടൂറിസത്തിന് സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും സോളാർ ഹൗസ് ബോട്ടുകൾ ഉപയോഗപ്പെടുത്താം. പുഴകൾ, തടാകങ്ങൾ, ഡാമുകൾ ഇവിടെയൊക്കെ നമുക്ക് സോളാർ ഹൗസ് ബോട്ടുകൾ ടൂറിസത്തിനായി പ്രയോജനപ്പെടുത്താം. വിദേശ രാജ്യങ്ങളിൽ സോളാർ ഹൗസ് ബോട്ടുകൾ നിലവിലുണ്ടെങ്കിലും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് 2-3 കോടിയോളം രൂപ വില വരുന്ന സോളാർ ഹൗസ് ബോട്ടുകൾ വാങ്ങി സർവീസ് നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഇവിടുത്തെ ടൂറിസം മേഖലയിൽ ഉപജീവന മാർഗം നടത്തുന്നവർക്കില്ല. എന്നാൽ നിലവിലുള്ള ആലപ്പുഴയിലെ സർവീസ് നടത്തുന്ന ഹൗസ് ബോട്ടുകളുടെ അതേ ചിലവിൽ തന്നെ സോളാർ ഹൗസ് ബോട്ടുകൾ നമുക്ക് ഇവിടെ തന്നെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. എന്റെ നാടായ കോഴിക്കോട്